ഫ്രണ്ട്സ്, എല്ലാവർക്കും 333 മാജിക് വേർഡ്സ് മലയാളം ടാറോട്ട് റീഡിംഗിലേക്ക് സ്വാഗതം. ഓക്കെ, ഇനി നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രീവിയസ് റീഡിങ്ങിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. ഞാൻ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി 3 കാർഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡാണ് മോർ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചൂസ് ഇൻഡ്യൂട്ടീവ്ലി. ഫസ്റ്റ് കാർഡ് 6 ഓഫ് വാട്ടർ, സെക്കൻഡ് കാർഡ് 10 ഓഫ് വാട്ടർ, തേർഡ് കാർഡ് 2 ഓഫ് വാട്ടർ. മൂന്നും വാട്ടർ എനർജിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡാണ് മോർ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ തിങ്ക് യു ആർ ചൂസ്ഡ്. നമുക്ക് ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് 6 ഓഫ് വാട്ടർ ചൂസ് ചെയ്ത ആൾക്കാരുടെ ലവ് റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ. Moving. Service. You are from medical field or your person, or you have an opportunity to give service to people. Okay, and bottom of the deck, honesty. Clarify the moving card. Archangel Michael reverse. Clarify the service. The divine director upright. Okay, and the bottom of the deck, the Maria. And this is in a past life connection, because 6 of water is saying about past life connection. Something is twin flame and something is soulmate. Okay, this is not karmic. Okay, ഈ ഒരു കണക്ഷനിൽ കാർമിക് കണക്ഷൻസ് ഇല്ല. പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത ഒരു കർമ്മയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഈ ലൈഫിലും മീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആ ഒരു പേഴ്സണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇണകളായിരുന്നോ, ആ ഒരു കാര്യത്തിന്റെ തുടർക്കഥയാണ് ഈ ഒരു ജന്മം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ആരാണോ സങ്കടപ്പെട്ടത് ഈ ജന്മത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സങ്കടം ഉണ്ടാവുക. സന്തോഷവും അങ്ങനെ തന്നെയായിരിക്കും. മേ ബി ഫെമിനന്റ് മാസ്കുലൻ ആയിട്ടും മാസ്കുലൻ ഫെമിനന്റ് ആയിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ജന്മത്തിൽ ഫെമിനന്റ് ആയിട്ട് നിന്ന ആള് ഈ ജന്മത്തിൽ മാസ്കുലൻ ആയിട്ടും, കഴിഞ്ഞ ജന്മത്തിൽ മാസ്കുലൻ എനർജി ആയിട്ട് നിന്ന ആള് ഈ ജന്മത്തിൽ ഫെമിനന്റ് ആയിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. ഡെഫിനറ്റ്ലി. ഓക്കെ, ഐ തിങ്ക് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഫെമിനന്റ് ആയിരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ മാസ്കുലൈൻ ആയിരുന്നു, ഈ ജന്മത്തിൽ നിങ്ങൾ ഫെമിനന്റ് ആണ്. ബിക്കോസ് ഈ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 6 ഓഫ് വാട്ടർ ആണ് അല്ലേ, ഇസ് എ ഫെമിനന്റ്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ നമുക്കറിയാം 2 മാസ്കുലൈൻ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്, ഒരെണ്ണം റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ മാസ്കുലൈൻ എനർജിയാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ഫെമിനന്റ് ആയിട്ട് ജനിച്ചിരിക്കുന്നത്. ഈ ജന്മത്തിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തതിന്റെ ബാക്കി കഥയാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞ ജന്മം മാസ്കുലനായി നിന്നപ്പോൾ ഈ ഒരു ലേഡിയെ, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു പേഴ്സണെ ഏതെങ്കിലും തരത്തിൽ ഫ്രണ്ടായിട്ടോ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ടായിരുന്നെങ്കിലും കുറച്ച് വിഷമം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജന്മത്തിൽ അവർക്കത് വീട്ടാനുള്ള ഒരു അവസരമായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് തന്നെയായാലും അതൊരു കണ്ടിന്യൂറ്റിയാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, കുറച്ച് പേര് ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ട്വിൻ ഫ്ലെയിം എനർജിയിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് തവണ ഒറ്റപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറയുന്നത് കാർഡ് എടുത്ത ഒരു കാര്യത്തിലല്ല. ഞാൻ ഇവിടെ ഒരു മെറിയം എന്ന് പറഞ്ഞൊരു കാർഡ്, ഓക്കെ, ദ മെറിയം എന്ന് പറഞ്ഞൊരു കാർഡ് ഞാൻ എടുത്തപ്പോൾ അതിന്റെ ഇപ്പൊ എവിടെ നിന്നാ വന്നതെന്ന് അറിയില്ല, ഒരേ ഒരു ഉറുമ്പായിട്ട് വന്നു പെട്ടു. ബിക്കോസ് നമുക്കറിയാം ഉറുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആണ്, അവർ കോളനി ആയിട്ടാണ് കഴിയുക അല്ലെ, അവർ ഒറ്റപ്പെട്ട് നിൽക്കില്ല, അവരെപ്പോഴും കൂട്ടമായിട്ടാണ് നടക്കുക. ബട്ട് ഇപ്പൊ ഞാൻ കണ്ട ഈ ഒരു ഉറുമ്പ് ഒറ്റയ്ക്കാണ്. അതായത് നിങ്ങൾക്ക് ഒറ്റപ്പെടാനായിട്ട് ഒരുപാട് തവണ ലൈഫിൽ ഒറ്റപ്പെട്ട് പോകാൻ ഉള്ള ഒരു അനുഭവിച്ച് സങ്കടപ്പെടേണ്ട, മിസ്സിങ് ഫീൽ ചെയ്യുക, ആ ഒരു പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുക, ഒറ്റയ്ക്കായി പോവുക, എപ്പോഴും അകന്നു കഴിയേണ്ട ഒരു അവസ്ഥ, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥകളിൽ കൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും കറക്റ്റ് വേ ഓഫ്
മാനിഫെസ്റ്റേഷൻ അല്ല ചെയ്യുന്നത്. ബിക്കോസ് ദ ജഡ്ജ്മെന്റ് കാർഡ് ഈസ് കംഡ് ഔട്ട് ആൻഡ് ദിസ് പേഴ്സൺ ഈസ് ഡൂയിങ് മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ ആൻഡ് വാട്ടർ എനർജി മോർ ഈസ് ഹിയർ. സോ നിങ്ങൾ ചിലപ്പോൾ definitely Pisces, Scorpio and Cancer vibe is more here. Maybe you and your person, okay, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു എനർജി, ഈ ഒരു സോഡിയാക് അലൈൻമെന്റിലുള്ള ആൾക്കാരായിരിക്കും. ഈ സോഡിയാക് സൈൻ അല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കൂടുതൽ വാട്ടർ എനർജി ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വാട്ടർ കൺസ്യൂം ചെയ്യുക. ഇപ്പം മഴയൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ വാട്ടർ കൺസ്യൂം ചെയ്യാതിരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഡെഫിനറ്റ്ലി ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ദ ടെമ്പറൻസ് എന്ന് പറഞ്ഞ ഒരു കാർഡ് വന്നു. സോ നിങ്ങൾക്ക് തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഇവിടെ ടിൻ ഫ്ലെയിം ജേണി എന്നതിനേക്കാൾ ഉപരി 6 of water is saying about little bit twin flame and more deep soulmate connection. ഓക്കെ, അപ്പോൾ ഇവിടെ ട്വിൻ ഫ്ലെയിം സ്വഭാവമുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ പാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ RNA DNA കണക്റ്റഡ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മം നമുക്കറിയാം ശിവനും പാർവതിയും, ശിവൻ ഓൾറെഡി ഉണ്ട്, അതാ മാസ്കുലൻ ഓൾറെഡി ഉണ്ട്. ബട്ട് മാസ്കുലൈൻ്റെ സ്വഭാവമാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ മാസ്കുലൈൻ ആയിരുന്നു, ഈ ജന്മം നിങ്ങൾ ഫെമിനന്റ് ആയിട്ട് വന്നു. ആ മാസ്കുലൈനാണ് ഇവിടെ എല്ലാം ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത്. മാസ്കുലൈനുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവൻ ഓൾറെഡി ഉണ്ട്, അത് മാറുന്നില്ല. പാർവതിയും സതിയുമാണ് തിരിച്ച് ജനനം വരുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ മാസ്കുലൻ എന്താണോ ചെയ്തത് അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കും. മാസ്കുലൻ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിലും നിങ്ങളെ ആ ഒരു മാസ്കുലൻ കല്യാണം കഴിയും. കഴിഞ്ഞ ജന്മത്തിൽ മാസ്കുലൻ എന്ത് ചെയ്തു, തേച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിലും മാസ്കുലൻ തേക്കും. അതായത് മാസ്കുലൈൻ്റെ എനർജി സെയിം ആയിരിക്കും, പേഴ്സൺ മാറിപ്പോവും. അതായത് പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് മാറുന്നു. അതാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലാവുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. Okay, here I have the more card. Someone is waiting for long travel or അബ്രോഡ് പോകാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം. സോ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. കുറെ പേര് ഈ ഒരു കർമ്മ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു വിരഹം അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. മേ ബി വല്ല എണയായിട്ടിരുന്ന എന്തെങ്കിലും ഒന്നിനെ, അതായത് എണയെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ചെറുപ്പത്തിൽ ചിലപ്പോൾ നിങ്ങൾ ബട്ടർഫ്ലൈസിനെ പിടിച്ച് കൊന്നിട്ടുണ്ടാവാം. പണ്ടൊക്കെ ബട്ടർഫ്ലൈസിനെയൊക്കെ പിടിച്ച് പിള്ളേർ കുരിശൊക്കെ വെച്ച് കൊന്നിട്ട് കുരിശൊക്കെ വെക്കുന്ന ഒരു സ്വഭാവം. ഓക്കെ, ഞാനും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷനിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക ഒരു എണയെ ആയിരിക്കും നമ്മൾ മാറ്റിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ വല്ല കിളികളെ കൊല്ലേ, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അത് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും, ഈ ജന്മത്തിൽ ചെയ്തു. എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ ചെയ്ത ഒരു കർമ്മ അതിവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഒരു സൈക്കിളായിട്ട്, നമ്മൾ ടൈം ട്രാവൽ മൂവീസ് കണ്ടിട്ടില്ലേ, ഒരു സൈക്ലിംഗ് ആയിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം, ഇത് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യാം, സൊസൈറ്റിക്ക് സർവീസ് ചെയ്യുക. സർവീസ് വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട് ഈസ് എ കീ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ വീട് വിറ്റോ അല്ലെങ്കിൽ വല്ലാതെ സഹാനുഭൂതിയല്ല പറയും, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക. എസ്പെഷ്യലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ജെൻസിനൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യുന്ന വർക്ക് മനസ്സറിഞ്ഞ് ചെയ്യുക, ശമ്പളത്തിന് വേണ്ടി ചെയ്യല്ല. ഓക്കെ, ശമ്പളം കുറവാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല, ഒരു സർവീസായിട്ട് കണ്ട് ചെയ്യുക. ഇത് ഹോസ്പിറ്റാലിറ്റിയിലുള്ള ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ജീവികളോ അല്ലെങ്കിൽ അതെന്ത് തന്നെയായാലും ചെറിയൊരു ജീവനാണെങ്കിൽ കൂടി അതിനെന്തെങ്കിലും പറ്റിയതായിട്ടോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് പരിപാലിക്കുക, അല്ലെങ്കിൽ അതിനൊന്ന് കെയർ ചെയ്യാൻ, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മ ദോഷമായി കിടക്കുന്ന ഒരു കർമ്മയുണ്ടെങ്കിൽ അത് പോയി പൊക്കോളും. അതായത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് മാറിക്കിട്ടും. ഇപ്പം നമ്മൾ എന്താണ് റീഡ് ചെയ്യുന്നതെന്നാവില്ല, ഓക്കെ, അതങ്ങ് മാറിക്കിട്ടും. അതുപോലെ തന്നെ വീട്ടിലെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ആര് തന്നെയായാലും എന്തെങ്കിലും ഒരു വയ്യായിക ഉണ്ടെങ്കിൽ അവരെയൊന്ന് ഹെൽപ്പ് ചെയ്യാം, അതും നല്ലതായിട്ട് കാണുന്നു. ആൻഡ് ദെൻ change is happening, so be prepared to move physically or spiritually. And
ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളായിരിക്കുന്ന കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് ഒരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് അതിൽ നിന്ന് ഫർദർ ആയിട്ടൊരു മൂവ്മെന്റ്, അത് ചിലപ്പോൾ ബാക്കിലേക്കാവാം, ചിലപ്പോൾ ഫ്രണ്ടിലേക്കാവാം. സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഫ്രണ്ടിലോട്ട് എടുക്കണോ വണ്ടി ബാക്കിലോട്ട് എടുക്കണോ എന്നുള്ളൊരു കാര്യം. നമുക്ക് ഇതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു കർമ്മയുടെ ഫലമല്ല ഞാൻ കാണുന്നത്. കുറച്ച് പേർക്കൊക്കെ നല്ലതാണ്, ടിൻ ഫ്ലെയിം കണക്ഷനിൽ വന്നവരാണ്, അവർ മുമ്പോട്ട് കയറിപ്പോവും. പക്ഷെ എന്നാലും ഒരു കുറച്ച് വിഷമം, ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് സ്വന്തം മിററിനെ നോക്കിയിരുന്ന്, അതായത് സ്വന്തം സോളിനെ, ആ ഒരു പേഴ്സന്റെ സോളിനെ സ്വന്തമായി കണ്ട് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ഒക്കെ ചെയ്യേണ്ടതായ ഒരു അവസ്ഥ, അതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകും. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട അവസ്ഥ, അതുപോലെ തന്നെ നിങ്ങൾ കുറെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ, സങ്കടപ്പെടേണ്ടതായിട്ടുള്ളൊരവസ്ഥ. ഇതൊരു ചെറിയ മിസ്റ്റേക്ക്, ഒരു തെറ്റിന്റെ ഭാഗമായിട്ടാണ് വന്നേക്കുന്നത്. സോ ജനറൽ റീഡിങ്, ബട്ട് എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. സോ നിങ്ങൾ അതിനെ പകരം ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഹിയർ ഓൾസോ ദ 2 and 8, 2 8 ഹിസ് മീൻസ് 10 and 1 and 2 ഇസ് എ കണ്ടിന്യൂവേഷൻ. ഓക്കെ, 1 and 2 കണ്ടിന്യൂവേഷൻ ആണ് കാണുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് നടന്നത് അതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണ് ഇവിടെ. പക്ഷേ എനർജീസ് രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നു മാത്രം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇനി നടക്കാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ആണ്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പ്ലേസിൽ നിന്ന് റീപ്ലേസ് ആവും, വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവും. മേ ബി പലരും മാരേജിലോട്ട് അടുത്തിട്ട് വേറൊരു വീട്ടിലേക്ക് പോകാനുള്ള സാധ്യത. is a love relationship also, and other one is going to a job, career or something like that. ഒരു ഷിഫ്റ്റിംഗ് ആണ് റിലേഷൻഷിപ്പിൽ. ഈ കറന്റ് പൊസിഷനിൽ നിന്ന് നിങ്ങൾ വേറൊരു തലത്തിലേക്ക് പോകാൻ പോവാണ്. അത് ഫ്രണ്ടിലോട്ട് വേണോ ബാക്കിലോട്ട് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് ഇവിടുത്തെ അവസ്ഥ. The blossoming abundance, the bottom of the deck, cornucopia. I'm not shuffling this card now, but it's come there. So I repeatedly shuffle for you. Lot of card. What next? What next? Okay. First chakra Archangel Michael and 7th chakra Archangel Uriel. Anxiety. നിങ്ങൾ വളരെയധികം ആൻസൈറ്റി ഡിപ്രഷൻ ഉള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്കാണ്, ബട്ട് ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക്. സോ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ഏഞ്ചൽസ് പ്രൊട്ടക്ഷന് വേണ്ടി പ്രേ ചെയ്യുക. ഏഞ്ചൽ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഓറ പവർ അച്ചീവ് ചെയ്യുക. യെല്ലോയിഷ് കളർ ഒരു ഓറ ഷെയ്ഡ് അച്ചീവ് ചെയ്യാം. യു ഹാവ് ദ ഇൻഡ്യൂട്ടീവ് എനർജി. സോ ദിസ് ഏഞ്ചൽസ് വിൽ സപ്പോർട്ട് യു ആൻഡ് ഫൈറ്റ് ചെയ്യാൻ ഒരു വാരിയർ എനർജി കൊണ്ടുവരും. ഇവിടെ ഓൾസോ ഫെമിനൻ ആൻഡ് മാസ്കുലൻ എനർജി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ മൈക്കൽ ആൻഡ് യൂറിയൽ ബോത്ത് ആർ ഫെമിനൻ ആൻഡ് മാസ്കുലൈൻ. ദിസ് ഇസ് ഫെമിനൻ ആൻഡ് ദിസ് ഇസ് മാസ്കുലൈൻ. റിപ്പിറ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഫെമിനൻ ആൻഡ് മാസ്കുലൈൻ വൈബ് ഇസ് മോർ ഹിയർ. ആൻഡ് the 5 8. Okay, 3 4 is a continuity, and 5 and here also 5. ഒരു ഇക്വാലിറ്റി ആണ് വേണ്ടത്, ഒരു ബാലൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇനി റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ചേഞ്ച് ആണ്. ഞാൻ പറഞ്ഞു ആ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ മാരേജ് ചെയ്ത് നിങ്ങൾ ആ ഒരു പേഴ്സന്റെ കൂടെ ആ ഒരു പേഴ്സൺ ആയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. അതല്ലെങ്കിൽ നിങ്ങൾ കരിയറിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവും. ഐ മീൻ സെപ്പറേഷൻ ഈസ് നോട്ട് പ്രോപ്പർ വേ ഓഫ് സെപ്പറേഷൻ. ഐ മീൻ ഡിസ്റ്റൻസ്. നിങ്ങൾക്കിടയിൽ ഒരു വലിയ ഡിസ്റ്റൻസ്, ഒരു പ്ലേസിന്റെ ഡിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അബ്രോഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇനി അങ്ങനെ ആകാൻ പോവുകയാണ്. സോ നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങൾ ആരാണോ ഇപ്പൊ എന്താണോ ഈ ഒരു അവസ്ഥ, ആ ഒരു എനർജി നിങ്ങൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുക ഫോർ ദിസ് ജോയിൻ. ഓക്കെ, സീക്രട്ട് വിഷൻ, ദ മറിയം. ചൂസ് ടു ഫോർഗീവ് ഇൻ ഓർഡർ ടു ഹീൽ. See the light in all. Remember that love has no boundaries. Okay, അപ്പൊ നിങ്ങൾ എന്താ വേണ്ടേ? ഇപ്പോൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് രണ്ടുപേരും കടന്നുപോകേണ്ടി വന്നിട്ടുണ്ടാവും. വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് അഗ്രസീവ്നെസ് ഓർ ഒരുപാട്
വഴക്കുണ്ടാവുക, ആർഗ്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. സോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്ന് വെച്ച് മറക്കുക. ഒരു മൂവ്മെന്റ്, ഒരു ന്യൂ ബിഗിനിങ്, അതാണ് വേണ്ടത്. അത് അക്സെപ്റ്റ് ചെയ്യുക. അത് തുടങ്ങുമ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞ് ആർഗ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്കാണ് പോവുക. ദ കംപ്ലീറ്റ് എൻഡിങ്. ഇഫ് യു want a new beginning, just forgive and forget everything. Okay, forgive and forget everything and manifest for your good fortune. അങ്ങനെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. Trusting heaven, you are safe. Angels stand close. Surrender your concern and allow a miracle to occur. ഇതാണ് നമുക്ക് കിട്ടിയ കാർഡ്. ബട്ട് നമുക്കിത് റിവേഴ്സ് ആണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾ ആ ഒരു സമയം അനുവദിച്ചു കൊടുക്കുക, ഈ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സർവീസ്, ഓക്കെ, മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാം, മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് അതിനൊരു സമയം കൊടുക്കണം. തിരക്ക് കൂട്ടരുത്. സമയമുള്ളവർ സമയം കൊടുക്കുക, അല്ലാത്തവർ നമുക്കറിയില്ല. നമുക്ക് മൂവിങ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആണ് അടുത്ത് തന്നെ വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എത്തരത്തിലുള്ള ഒരു ചേഞ്ച് ആണെന്ന്. സമയമുള്ളവർ സമയം കൊടുക്കുക, അല്ലാത്തവർ മൂവ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു കാർഡ്സ് പറയുന്ന മീനിങ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യുക. അല്ലാത്തൊരു കമന്റ് സെക്ഷൻ ചോദിച്ചാൽ ടേക്ക് കെയർ, ബൈ. സെക്കൻഡ് കാർഡ് 10 ഓഫ് വാട്ടർ. ഓക്കെ, ഈ ഒരു 10 ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സമ്പന്നമായ ഒരു കാർഡാണിത് അല്ലേ. ആ ഒരു കാർഡ് നല്ല വയറൊക്കെ ഉണ്ട്, എല്ലാം എന്തോ ഹ്യൂജ് ആയിട്ട് എന്തോ കാര്യമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ കാർഡ് അട്രാക്ഷൻ തോന്നി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ച് ആണ് വരാൻ പോകുന്നത്, ഓൾസോ യുവർ ലൈഫ് ടു. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. Two cards are come down. The silence, divine sight. Okay, wow. Soul purpose, bottom of the deck. No contact situation, depression, everything is here. You are in a prism. Okay, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് കൂടിച്ചേരാൻ, അതല്ലെങ്കിൽ കണ്ടുമുട്ടാൻ, ഒരാള് വേറൊരു സ്ഥലത്ത് ഒരാൾ കണ്ടുമുട്ടാൻ പറ്റില്ല. ചിലവരിപ്പോ വീട്ടുകാർ തടവില്ലായിരിക്കാം, അല്ലെങ്കിൽ കൊറോണ കാരണം രണ്ടുപേരും കണ്ടുമുട്ടാൻ പറ്റാത്തൊരു, അതും ഒരു അകൽച്ചയ്ക്ക് ഒരു കാരണമാണ്. എന്നും കണ്ടിരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. അതല്ലെങ്കിൽ കുറെ നാൾ മുമ്പായിരിക്കും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരെയും സോള് വേറെ വേറെ സ്ഥലത്ത് ബ്ലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് കൂടിച്ചേരാൻ പറ്റാത്ത ഒരു ഗ്യാപ്പ്. നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സോള് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സോളിനെ വേണമെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പേഴ്സന്റെ അടുത്തേക്ക് അയക്കാം. ഇത് നിങ്ങളാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഒരു കടൽ കടന്ന് അല്ലെങ്കിൽ ഒരു വലിയൊരു ദൂരം തന്നെ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതൊരു സമയമാണ്. ഓക്കെ, അതൊരു സമയമാണ്, ടൈമാണ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത് സ്ഥലത്തിനേക്കാൾ ഉപരി. കാരണം നമുക്കറിയാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിംഗ് പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടുമുട്ടാൻ പറ്റാത്തൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈസസ് എനർജീസ് ഹിയർ. ആൻഡ് ഓൾസോ വേണമെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് യൂണിവേഴ്സലുമായിട്ടുള്ള ടെലപ്പതി പോസിബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലെറ്റർ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ സോൾ വഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സോളാണ് ഈ ഒരു യൂണിക്കോൺ, ഇവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, സെവൻ ആൻഡ് 3 is the 10. ഇത് രണ്ടും കൂടി ചേർന്നാലാണ് നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഉള്ളൂ. നിങ്ങൾ കൂടി ചേരുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഇതിൽ പലരും ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലർ ഡേറ്റിംഗ് പോസിബിൾ ആവാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻകംപ്ലീഷൻ ആണ്. ഒരാളുടെ കയ്യിൽ 7 കപ്പും ഒരാളുടെ കയ്യിൽ 3 കപ്പുമായിട്ട് നിൽക്കുകയാണ്. അത് കൂടി ചേർന്നാലാണ് 10 ഓഫ് കപ്പ് പോസിബിൾ ആവുള്ളൂ. നമ്മളുടെ കാർഡ് തന്നെ 10 ഓഫ് കപ്സ് ആണ് അല്ലെ. 10 ഓഫ് വാട്ടർ ഈസ് മീനിങ് 10 ഓഫ് കപ്സ്. സോ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാലാണ് ഈ ഒരു 10 പോസിബിൾ ആവുള്ളൂ. ഇവിടെ 3 ആണ്, 30 that means 3 and here also the 7. രണ്ടും കൂടി ചേരുന്നില്ല. ഒരാൾ വളരെ ദൂരെ, കണ്ടോ, ഒരാൾ ഇവിടെ എവിടെയോ പ്രസത്തിന്റെ ഉള്ളിലാണ്, മറ്റൊരാൾ വേറെ എവിടെയോ ആണ്. സോ നിങ്ങൾ രണ്ടുപേരും കൂടി ചേരാം. നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇല്ലാത്തതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഫീലിങ്സ് മിസ്സിങ് ഒക്കെ ഇവിടെ കുറവാണ്. മിസ്സിങ് ഉണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഡേറ്റിംഗ് പോസിബിൾ ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ചാറ്റിംഗ് സോഷ്യൽ മീഡിയ അതുവഴിയായിരിക്കാം, മാട്രിമോണിയൽ സൈറ്റ് വഴിയായിരിക്കാം. അതല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള ആ ഒരു ഇന്റിമസി ഇവിടെ കുറവായിട്ട് കാണുന്നു. ക്ലാരിഫൈ ദ ഡിവൈൻ സൈറ്റ്. 2 cards are come out. Strength,
and the judgment. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഒരു സ്ട്രെങ്ത്തിന്റെ കുറവ്, നിങ്ങളുടെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല, ഒരു 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 ചെറിയ ഇംബാലൻസിങ് ഉണ്ട്. ആ ഒരു സ്ട്രെങ്ത് നമുക്കറിയാം. ഇത് ലിയോ മന്താണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഇൻക്രീസ്, ആ ഒരു സ്ട്രെങ്ത്തിന്റെ ലെവലിൽ ചേഞ്ചസ് ആൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. And then here have the lovers card, the bottom of the deck. Equally capable ആയിട്ടുള്ള ലവർ റിലേഷൻഷിപ്പ്. മേ ബി നിങ്ങൾ ഫെമിനിന്റെ എനർജി ചിലപ്പോൾ മാസ്കുലിനേക്കാളും എൽഡർ ആവാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ കാണുന്നു. മേ ബി രണ്ടുപേരിലും ഓട്ടോമാറ്റിക്കലി രണ്ടുപേരും തമ്മിലുള്ള ഏജ് ഡിഫറൻസിന് ചാൻസ് ഉണ്ട്. ഈക്വൽ ഏജ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഫെമിൻ ആൻഡ് മാസ്കുലിനേക്കാൾ എൽഡർ ആവാനുള്ള സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. More chances here. And then here also have the Gemini, Aquarius, Libra vibe. Gemini, Aquarius, Libra vibe. Okay. And then mainly നമുക്കറിയാം കൃഷ്ണനും രാധയും something about soulmate and also some connection about twin flame. But ചിലപ്പോൾ ഫാമിലിയുടെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് അകലേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ വേറെ പ്രപ്പോസൽ വന്നാൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും. അങ്ങനെ ഒരുപാട് സ്റ്റക്നെസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ കുറെ സ്റ്റക്നെസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റിമസി, നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാതിരിക്കുക. അങ്ങനെ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച, ആ ഒരു ഗ്യാപ്പ് ഇൻക്രീസ് ആയി വരാനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി കൃഷ്ണൻ എവിടെ പോയപ്പോഴാണ്? ദ്വാരകയിലേക്ക് പോയപ്പോഴാണ്, വൃന്ദാവനത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോയപ്പോഴാണ് ഇവിടെ രാധയും കൃഷ്ണനും തമ്മിലുള്ള ഒരു അകൽച്ച ഫോം ചെയ്തതും അവിടെ വേറെ ആൾക്കാർ വന്നതും അല്ലെ. ഓൾറെഡി രണ്ടുപേരും സോൾഡ് ആണ്. കൃഷ്ണന്റെ ശ്വാസമാണ് രാധ. ബട്ട് ഒരു ഡിസ്ട്രാക്ഷൻ വന്നത് എപ്പോഴാണ്? ദ്വാരകയിലേക്ക് പോയപ്പോൾ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പ്, കാണാതെ ഇരിക്കുന്ന ആ ഒരു സമയങ്ങൾ നിങ്ങളെ തമ്മിൽ അകറ്റും. ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഡീപ്നെസ് കുറയും. അതൊരു നിയമമാണ്, ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അങ്ങനെ സംഭവിക്കുക. അതായത് ലവിന്റെ അളവ് അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷന്റെ അളവ് അനുസരിച്ചല്ല, അതങ്ങനെ സംഭവിക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രതിഭാസം. സോ കാണാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക, കാണുക, അവസരങ്ങൾ എന്ന് വെച്ച് കൊറോണ ടൈമിൽ പോയി പോലീസ് പിടിച്ചാൽ എന്നെ കുറ്റം പറയരുത്. ചാൻസ് ഉണ്ടെങ്കിൽ അതുപോലെ ആ കണക്ഷൻ എപ്പോഴും, കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. ആൻഡ് ദെൻ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും. പറ്റുന്നവർ മിണ്ടുക, അല്ലാത്തവര് തീരെ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 30 ദിവസം നോ കോണ്ടാക്ട് തന്നെയായിട്ടിരിക്കുക. ഒരു മാസം നോ കോണ്ടാക്ട്, ബ്ലോക്ക് ചെയ്യുക. ഇപ്പൊ ഓൾറെഡി അങ്ങനെയുള്ള ആൾക്കാരോട് അങ്ങനെ ആവാനല്ല പറയുന്നത്. ഇപ്പൊ എങ്ങാനും വഴക്കുണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇല്ലാത്തൊരവസ്ഥ. ദെൻ ആർക്കാണ് കൂടുതൽ മിണ്ടാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അവരെ പോയി മിണ്ടുക. ദെൻ വാട്ട് ഈസ് ഹാപ്പൻ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ പ്രശ്നം നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കുള്ള അവസരങ്ങൾ ഇല്ലാത്തതാണ്. ആൻഡ് കമ്മ്യൂണിറ്റിയുടെ ഇന്റർഫേസ്, ദ കമ്മ്യൂണിറ്റീസ് ഹിയർ. ലേഡി പോർഷ്യ, ഡിവൈൻ ഓർഡർ, സമയം. Again, the divine director. Wow. It's a publisher. മേ ബി നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്കിൻ ടോണിലുള്ള ആൾക്കാരാവാം. ഒരാൾ വൈറ്റിഷ്, ഒരാൾ ടാൻഡ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. ഇവിടെ ഓൾസോ കണ്ടോ 2 colors are here and here also 2 colors are here. Purple shade is very important. Lily flower. And do what you will feel is right. നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ആയിട്ട് തോന്നുന്നത് ആ കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതിന് ഒരു തടസ്സമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. ഫാമിലി അങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഈ വക പരിപാടി അതായത് ഇങ്ങനെ ഒരു കണക്ഷൻ നിൽക്കാതിരിക്കുക. എല്ലാം ഓക്കെ ആയി വരണം എന്നുള്ളവരെല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം പ്രേമിക്കുക. പലരും ഞാൻ കണ്ടിട്ടുണ്ട് മാരേജിനോട് അടുക്കുമ്പോൾ ജാതകം ചേരുന്നില്ല, വീട്ടുകാർ സമ്മതിക്കില്ല, കാസ്റ്റ് വ്യത്യാസം, അങ്ങനെയുള്ളവർ ഈ പണിക്ക് നിൽക്കരുത്. അതൊക്കെ ചേരുന്ന രീതിയിൽ അറേഞ്ച്ഡ് മാരേജിന് നിൽക്കുക. അല്ലാത്തവർ പിന്നെ അതൊക്കെ മുട്ടാത്തോക്കുകളാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാത്തവർ പിന്നെ മനസ്സിന്റെ അണക്കാണെന്ന് കരുതി ബാക്കി എല്ലാത്തിനും
നിർത്തുക. കമ്മ്യൂണിറ്റീനെയും എല്ലാവരും ഓക്കെ ആയിട്ട് വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടത് വരും. കമ്മ്യൂണിറ്റി ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എന്തുമാവാം, കരിയർ, ജോബ്, ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ, ഫാമിലി ഇന്റർഫേസ്, ഓൾസോ എ പേഴ്സൺ. ഓക്കെ, ഫ്രണ്ട്സ്, ലവർ, എവറിത്തിങ്. സോ അലേർട്ട് ആയിട്ടിരിക്കാം. Appreciations. I think women have more feminine energy is here, and wow, yeah, here have രണ്ടുപേർക്കും രണ്ട് ഫീലിങ്സ് ആണ്. ഇതിലൊരു പേഴ്സൺ വാട്ട് ഫെമിനിൻ ഓർ മാസ്കുലൈൻ, എസ്പെഷ്യലി ഇവിടെ ഫെമിനൻ എനർജിയാണ് റിവേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. ബട്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ മാസ്കുലൈൻ ആയിരിക്കാം ഫെമിനൻ എനർജി ഉള്ളത്. അത് അങ്ങനെ ഇങ്ങനെയും വരാം അല്ലെ. ഇപ്പോ പല നക്ഷത്രങ്ങൾ തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പൂരിട്ടാതി, പുണർദം എടുക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. പൂരിട്ടാതി എന്ന് പറഞ്ഞ പുരുഷ നക്ഷത്രമാണ് അല്ലെ, പുരുഷ നക്ഷത്രമാണ്. സോ അത് സ്ത്രീകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഫെമിനൻ ആൻഡ് മാസ്കുലൈൻ എനർജിയുടെ ആ ഒരു ചേഞ്ച് ആണ് പറയുന്നത്. ലോട്ട് ഓഫ് നക്ഷത്രാസ് ഇസ് ലൈക്ക് ഫെമിനൻ ആൻഡ് മാസ്കുലൈൻ എനർജികൾ. മകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ നക്ഷത്രമാണ്, അത് പുരുഷന്മാർക്ക് വരുന്നത്. സെയിം വേ മേ ബി നിങ്ങളുടെ പേഴ്സൺ അത് ആരായാലും ചിലപ്പോൾ മാസ്കുലൈൻ എനർജി വന്നിരിക്കുന്നത് ഫെമിനറ്റിനായിരിക്കാം, ഫെമിനൻ എനർജി വന്നിരിക്കുന്നത് മാസ്കുലൈൻ ആയിരിക്കും. അതൊന്നും ഒരു മാറ്ററേ അല്ല. സോ ഇവിടെ ഫെമിനൻ എനർജി ഉള്ള ആള്, അത് നിങ്ങളുടെ ബോയ്ക്കായാലും ഗേളിനായാലും ആ ഒരു പേഴ്സണ് ലവിൽ കുറച്ച് കുറവ് കാണുന്നുണ്ട്. മിക്കവാറും അത് ബോയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബോയ്സ് എസ്പെഷ്യലി നേരിട്ട് കാണുമ്പോഴുള്ള ഒരു കോണ്ടാക്ട് അവർക്ക് വളരെയധികം ഹോർമോൺ ചേഞ്ചസ് വരുത്തി അട്രാക്ഷൻ കൂട്ടുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ കുറവ് കൊണ്ട് തന്നെ ആ ഒരു ഫെമിനന്റ് ആയി നിൽക്കുന്നത് ചിലപ്പോൾ ബോയ് ആയിരിക്കും, ഗേളായിരിക്കും. വാട്ടവർ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ചിന്തിക്കുക. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. സോ ഇവിടെ ഫെമിനൻ എനർജിക്ക് ലവിലുള്ള കുറവും മാസ്കുലൻ എനർജിക്ക് ലവിലുള്ള കൂടുതലുമാണ് കാണുന്നത്. മേ ബി മാസ്കുലൻ നിങ്ങളുടെ പേഴ്സൺ മെൻ ആയിരിക്കാം, അതല്ലെങ്കിൽ വുമൺ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം മാസ്കുലൻ എനർജിയിൽ നിൽക്കുന്നത്. സോ ഇവിടെ രണ്ടുപേർക്കും ഫെമിനൻ എനർജി ഉള്ള ആൾ കുറഞ്ഞു വരുന്നു. ലവിലുള്ള കഴിവ്, നോട്ട് കഴിവ്, ലവിലുള്ള ഫീലിങ്സ്, നിങ്ങളോടുള്ള ആ ഫീലിങ്സ് കുറഞ്ഞു വരുന്നു. മാസ്കുലന് കൂടി വരുന്നു. ഇംബാലൻസ്, ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. പിന്നെ ഇതിലൊരു പേഴ്സൺ അപ്രീസിയേഷൻസ് വളരെ ഇഷ്ടമാണ്. നീ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത് ഇഷ്ടമാണ്, നീ വളരെ ജെന്റിൽമാൻ ആണെന്ന് പറയുന്നത് ഇഷ്ടമാണ്, നീ വളരെ ബ്രില്യന്റ് ആണെന്ന് പറയുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതങ്ങനെ പറയുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കാം ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, വെറുതെ ചെന്ന് പറയരുത്. അപ്പൊ കളിയാക്കണ്ടെന്ന് വിചാരിക്കുള്ളൂ. അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും അപ്രീസിയേഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കുഞ്ഞു അവസരമാണെങ്കിൽ പോലും അതങ്ങ് ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് പൊന്തി പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എവിടെ മൂളിപ്പോയി താഴേക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. സോ പൊക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പൊക്കി വിടുക, വെറുതെ തള്ളിക്കോ, ഒരു കുഴപ്പമില്ല. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബ്ലോണ്ട് ഷെയ്ഡഡ് ഹെയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബട്ടർഫ്ലൈസ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അതായത് ഫെമിനൻ എനർജിക്ക് കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാലാണ് ആ ഒരു ബോണ്ട് കൂടുതലും ഫേവറബിൾ ആവുള്ളൂ. ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കൂടിക്കാഴ്ച സംഭവിക്കേണ്ടതായിട്ട് അനിവാര്യമായിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ നിങ്ങൾ ചെയ്യുക. കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെ 95% ആൾക്കാർക്കും ഉള്ള ആ ഒരു പ്രോബ്ലം, ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അകൽച്ച മാറി കൂടിച്ചേരുന്നതായിരിക്കും. കണ്ടുമുട്ടാത്തിടത്തോളം കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അകൽച്ച കൂടുകയും കംപ്ലീറ്റ്ലി പിരിഞ്ഞു പോകാനുമുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ട് അവിടെ കോൺടാക്ട് ചെയ്യാത്തൊരു കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ. ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് കാർഡ് 2 of water. ഓക്കെ, 2 of cup എനർജി. സോ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, the magic, wow. The soul satisfaction, wow, again wow, okay. And the bottom of the deck, invisibility, okay.
some magic will happen around you guys. What is that? Some fairy tale story? ഒരു ഹോപ്പ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഹോപ്പ് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിന്റെ ഭാഗമായി ഹോപ്പ് വരാം. Clarify the magic card. What's that? The sun. Clarify the soul. Satisfaction. Come 3 cards. The High Priestess and the Moon reverse. And the bottom of the deck, the Temperance. Okay, the Leo month is very important to you. So definitely ഈ ഒരു മന്തിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാജിക് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദെൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് മേ ബി ഒരു ഫെമിനൻ എനർജി ആയിരിക്കാം, തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ആയിരിക്കാം. തേർഡ് പാർട്ടി ഈസ് നോട്ട് എ പേഴ്സൺ, ഇറ്റ്സ് മേ ബി എവൽ സ്പിരിറ്റ് ആൻഡ് സം ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക് എഫക്ട്, സം കൈൻഡ് ഓഫ് എവിൽ ഇമ്പാക്ട്. ഓക്കെ, ആ ഒരു കാര്യങ്ങളാണ്. ആൻഡ് ദെൻ നിങ്ങളുടെ മദറിന്റെ ആ ഒരു സങ്കടം അത് മാറാൻ പോവാണ്. ബിക്കോസ് ദ കാർഡ് ദ മൂൺ ഈസ് റിവേഴ്സ് ആൻഡ് യു ഓൾസോ ഫെമിനൻ എനർജിയിലുള്ള ആൾക്കാർക്ക് സങ്കടം ഉണ്ടെങ്കിൽ ആ ഒരു സങ്കടം മാറാൻ പോവാണ്. ദ സൺ ഈസ് അപ്രൈറ്റ് ആൻഡ് ദ മൂൺ ഈസ് റിവേഴ്സ്. ഇറ്റ്സ് വെരി ഓസം ബിക്കോസ് സൺ ഈസ് ബ്രിങ് ഗുഡ് ഫോർച്യൂൺ ഇൻ യുവർ ലൈഫ്. മൂൺ ലിറ്റിൽ ബിറ്റ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഓക്കെ, ഇറ്റ്സ് ഓൾസോ ഗുഡ് ബിക്കോസ് രണ്ടും പ്രകൃതിയുടെ 2 ശക്തികളാണ് അല്ലെ. ഓക്കെ, എനിവേ ദ ഡാർക്ക് ഇമ്പാക്റ്റിലുള്ള ഒരു മൂൺ എനർജിയാണ് ഇവിടെ കാണുന്നത്, ഫുൾ മൂൺ അല്ല. സോ ഇറ്റ്സ് വിൽ ബി ഗോയിങ് ടു ഡൗൺ. ആ ഒരു ഡാർക്ക് എനർജി നിങ്ങളുടെ ലൈഫിൽ കുറഞ്ഞു പോകാൻ പോവാണ്. മേ ബി നിങ്ങൾ ഗുഡ് വേ ഓഫ് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങൾ റൈറ്റ് വേയിൽ അത് ചെയ്യുന്നുണ്ടാവാം. ലിയോ മന്ത് നിങ്ങൾക്ക് ആ ഒരു എനർജി, ആ ഒരു ഫ്ലെയിം ഇൻക്രീസ് ചെയ്ത് തരും. ചെയ്യാത്തവർക്ക് ചിലപ്പോൾ ഇത്തിരി പ്രശ്നം ഉണ്ടാവാം. ബിക്കോസ് ദ ഹൈ പ്രീസ്റ്റസ് കാർഡ് ഈസ് ലൈക്ക് സ്റ്റക്ക്. Third eye chakra power ഉണ്ട്. Sagittarius vibe, Leo, Aries, Leo, Sagittarius vibe more here. Scorpion, okay. And then third eye chakra power ഉപയോഗിച്ച് the moon energy is also here. The moon energy is also here. ആൻഡ് ആ ഒരു എവിളിനെ നിങ്ങൾക്ക് കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിത്. ബിക്കോസ് സൺലൈറ്റിൽ നമുക്കറിയാം, നമ്മൾ എവിൾ മൂവീസ്, ഡ്രാക്കുള മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, മൂൺ ലൈറ്റിലായിരിക്കും ഇവർ പുറത്ത് വരിക ആൻഡ് ആ ഒരു ഇമ്പാക്ട് നമ്മളിലേക്ക് കൊണ്ടുവരിക. ദ സൺലൈറ്റ് വരുമ്പോൾ അവർക്ക് പറ്റില്ല, അവർ പിന്തിരിഞ്ഞു പോകും. ഡെഫിനറ്റ്ലി ഈ ഒരു ടൈമിൽ നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സൺലൈറ്റ്, ആ ഒരു ഫ്ലെയിം കൂടുതലായിട്ട് നിങ്ങളുടെ ഓരോ പവറിന് കൊടുക്കുകയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള, ഇത് കണ്ടോ, കൂടെ തന്നെയുള്ള ഒരു കാര്യമാണ്, അതിനെ കിൽ ചെയ്ത് കളയുകയും ചെയ്യും. ആ ഒരു സങ്കടങ്ങൾ, ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ, ഓൾസോ യുവർ മദർ ആൻഡ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങളുടെ വീട്ടിലെ നൈബർ ആയിട്ടുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ബ്ലഡ് റിലേഷൻ ഇല്ലാതെ കടന്നു വന്ന ഏതെങ്കിലും ആന്റിമാരോ അമ്മായിമാരോ എന്തെങ്കിലും കണ്ണേറ് അല്ലെങ്കിൽ ബാധോപദ്രവമൊക്കെ നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി കുറയും. ബിക്കോസ് ദ സൺ ആൻഡ് നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷന്റെ എഫക്ട് ഇസ് ബ്രിങ് പവർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ നെഗറ്റീവ് ഇമ്പാക്റ്റിന് നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, അത് റിമൂവ് ആയി പോകും. അതേപോലെ തന്നെ മദർ, മേ ബി ആ ഒരു പേഴ്സന്റെ മദർ ഇതിൽ റിവേഴ്സ് ആയിട്ടുള്ള എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് തന്നെയായാലും ആ ഒരു എനർജി കുറയും. മാനിഫെസ്റ്റേഷൻ ചെയ്യാത്തവർക്ക് ഒരു സ്റ്റക്നെസ് ആയിട്ടാണ് കാണുന്നത്. അതായത് എബിളിന്റെ എനർജിയും കുറയും, എന്നാൽ കംപ്ലീഷൻ ഇല്ലാത്തൊരവസ്ഥ. അത് കിട്ടുന്നില്ല, എന്നാൽ ആ ഒരു ഉപദ്രവങ്ങൾ, പേടി, ആ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി മെയിൻലി അമ്മയുടെ സങ്കടം മാറും. ഫെമിനന്റ് എനർജി, നിങ്ങളുടെ ഫെമിനന്റ് ആണെങ്കിൽ നിങ്ങളുടെ സങ്കടം മാറും. ആൻഡ് ദ സൺ റിക്കൺസിലിയേഷനുള്ള ചാൻസ് ഒക്കെയാണ് ചേഞ്ച് ആയിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് എടുത്ത കാർഡിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദ മാജിക്, ഒരു മാജിക്. പലരും ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ യൂസ് ചെയ്തിട്ട് എനിക്കറിയാം ഒരു 95% ആൾക്കാർക്കും കാര്യം നടന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിധിയിൽ അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടോക്സിസിറ്റി റിമൂവ് ആയി പോകും, അവർക്ക് ആ ഒരു മനോബലം കിട്ടും. അപ്പോൾ ഇനി ആരെങ്കിലും വെയിറ്റിംഗിലുണ്ടെങ്കിൽ ഒരു പക്ഷേ, അതായത് ഇന്ന് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം ആയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത ആൾക്കാർക്കല്ല ഞാൻ പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ടും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് മാജിക് പോസിബിൾ ആണ്. ആൻഡ് ദർ ഈസ് എ മാജിക് അറൌണ്ട് യു. എക്സ്പെക്ട് എക്സൈറ്റ്മെന്റ് ആൻഡ് ജോയ്. സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ പോവാണ്. ഒരു ട്രഷർ അല്ലെങ്കിൽ ഒരു ലൈറ്റ്, ദ മൂൺ ലൈറ്റ്, ദ ഫുൾ മൂൺ ലൈറ്റ് ആൻഡ് ഓൾസോ ദ സ്റ്റാർസ് ഹിയർ, ദ ഫുൾ ദ സൺ.
ആ ഒരു ലൈറ്റ് നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഫെയറി സ്റ്റോറി പോലെ അൺബിലീവബിൾ ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. ആ ഒരു ഗിഫ്റ്റ് എന്തായാലും അത് സോൾ സാറ്റിസ്ഫാക്ഷൻ ആണ്, നിങ്ങളുടെ മനസ്സ് നിറയുന്ന തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 3 and 4 and 18 is 9 and 7. Okay. That means aim for that which makes your soul rejoice. നിങ്ങളുടെ മനസ്സ് തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള എന്ത് കാര്യമാണോ നിങ്ങൾ വിഷ് ചെയ്യുന്നത് അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ദ 2 of cups, celebration and sharing your energy. I mean ഈക്വലി capable ആയിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം. മേ ബി ഇതിൽ മോസ്റ്റ് ഓഫ് ദം എന്ന് പറഞ്ഞത് 100 പേര് കാണാണെന്നുണ്ടെങ്കിൽ 10 പേര് മാത്രം ട്വിൻ ഫ്ലെയിം കണക്ഷൻ, 10 ഉണ്ടാവും എന്നറിയില്ല, ട്വിൻ ഫ്ലെയിം ആണ്. അല്ലാത്തവർ ഡീപ്പ് ലെവൽ സോൾമേറ്റ് കണക്ഷനിലാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ദെൻ ആ ഒരു കാര്യം ഫാമിലിക്കുള്ള ചാൻസ് കാണുന്നു. ഫ്ലൂട്ട് ഇസ് അബൌട്ട് ഡിവോഷൻ ഓഫ് കൃഷ്ണ ആൻഡ് ഓൾസോ ദ രാധ ആൻഡ് the family is here. The family, the father, mother and child, and some music healing is here, and also the king of the unicorn is here. The blessings is coming towards you. That gift magic എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഫാമിലി ആവാനുള്ള, ഓൾറെഡി ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ റീകൺസിലിയേഷൻ ഉള്ള ചാൻസ്, അല്ലെങ്കിൽ നിങ്ങൾ മാരേജിനോട് അടുത്ത ഏജ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടാവാനുള്ള ചാൻസ് ആ ഒരു പേഴ്സണായിട്ട് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇഫ് യു ആർ ഡൂയിങ് ഗുഡ് വേ ഓഫ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, നിങ്ങളുടെ എനർജി അതിന് ഒരു കമ്പൽ ആവുകയാണെങ്കിൽ കൂടി ആണ് കേട്ടോ. നമുക്ക് എല്ലാവരും പിടിച്ച് വലിച്ചെടുക്കാൻ പറ്റും, അതിനൊരു സമയം കൂടി നമ്മൾ കൊടുക്കണം. ചിലരുണ്ട് എന്നോട് പറയും അടുത്ത ആഴ്ച കല്യാണമാണ് ആ ഒരു പേഴ്സന്റെ, എനിക്ക് ആ ഒരു പേഴ്സണ് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ? നോ, നെവർ. I need some time. Okay, definitely I need some time to convert your energy favor of that thing. Okay, അതിനൊരു ടൈം ആവശ്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച നിങ്ങളുടെ ആ ഒരു ഓരയ്ക്ക് ഒട്ടും തന്നെ പവർ ഇല്ലെങ്കിൽ അതിനൊരു പവർ കൊടുക്കാനുള്ള ഒരു സമയം നമുക്ക് ആവശ്യമാണ്. സോ ഇഫ് യു ഹാവ് ദാറ്റ് ടൈം, ഓക്കെ, ദിസ് നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദ ടൈം, ദ ടേണിംഗ് ടൈം to rejoining, reconciliation, happy family, soul satisfaction, the magic around you. നിങ്ങളുടെ കിട്ടാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് ഇസ് ദ സോൾ സാറ്റിസ്ഫാക്ഷൻ. വാട്ട് ഇസ് യുവർ സോൾ സാറ്റിസ്ഫാക്ഷൻ? എന്താണ് നിങ്ങളുടെ സോൾ സാറ്റിസ്ഫാക്ഷൻ? അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ്. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേയിങ്. Some messages are coming towards you. The message, the king of the unicorn, someone is coming from abroad for you, only for you. The aim is you. Okay, because the unicorn have the fly. Unicorn have the wings and they flying. And the bottom of the deck, the Shakira, they also have the dove, peace, and star, soul, and here also the wings, feather, beauty, everything. Okay, everything is here. Also the moon. ഓക്കെ, ആ ഒരു മൂണിനെ ഗുഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഡാർക്ക് ആയിരിക്കുന്ന ആ ഒരു മൂൺ എനർജീനെ ഗുഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് നിങ്ങളിലേക്ക് വരുന്ന ചില നെഗറ്റീവ് ഇമ്പാക്റ്റിനെ വൈറ്റ് ചെയ്യുന്നു, ലൈറ്റനിങ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ട് സെൽഫ്, നിങ്ങളുടെ ആ ഒരു സോൾ, ആ ഒരു ഓറ ഇസ് ഗോയിങ് ടു ബി വൈറ്റ്. ആൻഡ് വാവ്, വാട്ട് ഐ സേ, നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. നിങ്ങളുടെ ചുറ്റും ഒരുപാട് എവിൽ ഇമ്പാക്ട് ബ്ലോക്ക് ചെയ്യുന്നു. നിങ്ങളുടെ കരിയർ ബ്ലോക്ക് ചെയ്യുന്നു, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ജോബ് ബ്ലോക്ക് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചെയ്യുന്നു, മാരേജ് പ്രപ്പോസൽസ് ബ്ലോക്ക് ചെയ്യുന്നു. ബട്ട് ഹിയർ ഹാവ് ദ ഒബ്സ്റ്റാക്കിൾസ് ഓൾ റിമൂവിങ്. ഓക്കെ, Lord of Ganesh, infinite abundance, everything will be all right very soon. The Leo month, and that's the gift. Lotus affirmation also here. Modagam is very important. Okay, some celebrations. Om, and it's very good. I think നിങ്ങളുടെ കുറച്ച് വെയിറ്റ് ഗെയിൻ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേര് വെയിറ്റ് ഗെയിൻ സംഭവിച്ചിട്ടുണ്ട്.
ഒബ്സ്റ്റാക്കിൾസ് ആർ ബീങ് റിമൂവ്, തടസ്സങ്ങൾ മാറാൻ പോകുന്നു. സ്പിരിച്വൽ സപ്പോർട്ട് ആൻഡ് കണക്ഷൻസ് ആർ ഇൻക്രീസിങ്. സ്പിരിച്വൽ സപ്പോർട്ട് ആൻഡ് കണക്ഷൻസ് ഇൻക്രീസിങ്. പലരും ഇത് എനിക്ക് തോന്നുന്നു, ഇതിൽ പലരും എനിക്ക് തോന്നുന്നു അഫർമേഷൻസ് എന്റെ കയ്യിൽ നിന്ന് തന്നെ ബൈ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. സോ അവർക്കൊക്കെ ആ ഒരു ഒബ്സ്റ്റാക്കിൾസ് റിമൂവ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആൻഡ് സ്പിരിച്വൽ സപ്പോർട്ട് ആൻഡ് കണക്ഷൻസ് ആർ ഇൻക്രീസിങ്. അത് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും ഓൾറെഡി. ഓക്കെ, അത് ഇൻക്രീസ് ചെയ്തിരിക്കും. സോ ആ ഒരു ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി ഒരു റിജോയിനിങ് റിലേഷൻഷിപ്പിൽ അപ്ഗ്രേഡേഷൻ, നോട്ട് എൻ ഡൗൺ. ഓക്കെ, ഇറ്റ്സ് എൻ അപ്ഗ്രേഡേഷൻ. ഡെഫിനറ്റ്ലി അതൊരു അപ്ഗ്രേഡേഷൻ തന്നെയായിരിക്കും. ലാസ്റ്റ് കാർഡ് ഫോർ യു. It's good, really good, because okay, the first chakra, Archangel Michael, the masculine energy, reverse. Okay, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അടിയറവ് പറയാൻ പോവുകയാണ്. Okay, the woman holding a coin, definitely feminine energy have more power and masculine come reverse. That means നിങ്ങൾ കാണുന്ന ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇടഞ്ഞ കൊമ്പനായിരുന്നിട്ടുണ്ടാവാം, ഓർ സം ഈഗോ ക്ലാഷസ്. സോ ഡെഫിനറ്റ്ലി ആളുടെ എനർജി നിങ്ങൾക്ക് കീഴേ വരാൻ പോവാണ്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. സം ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഐ മീൻ നിങ്ങൾ പോയി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരുമാതിരി കൊളാക്കാനല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് സെയിങ് ദ ഫാന്റസി വേഡ്. ഓക്കെ, ഇമോഷണൽ അറ്റാച്ച്മെന്റിന് ഇവിടെ സാധ്യത കാണുന്നു. ദ ഫെമിനൻ, ദ വുമൺ ഹോൾഡിംഗ് എ കോയിൻ ഹാവ് മോർ പവർ ഹിയർ. ഓക്കെ, ഷീ ഈസ് അപ്രൈറ്റ്, ഷീ ഹാവ് ദ ഇൻഡ്യൂട്ടീവ് പവർ. ദ ബ്ലാക്ക് കാറ്റ് ഈസ് ഹിയർ, ഇൻഡ്യൂട്ടീവ്, മാജിക്കൽ, വിഷിംഗ് ആൻഡ് അബൻഡൻസ്, ലക്ഷറി. ദ ലക്ഷ്മി is all here, also the ഗണപതി, ഗണേഷ്. സോ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എനർജിയാണ് മോർ ആയിട്ട് നിൽക്കുന്നത്. ഈ പേഴ്സൺ വളരെ ഇൻഡ്യൂട്ടീവ് ആണ്. ഓൾസോ ലൈക്ക് ദിസ് മന്ത്ര തന്ത്ര പ്രാക്ടീസ് ഉള്ള ഫാമിലി, ആരണ്യ DNA ആയിരിക്കാം. ഓൾസോ യു നൗ യു ഹാവ് മോർ പവർ, യു ക്യാൻ കൺട്രോൾ ദിസ്. ദ ഫെമിനിസം ഇസ് മോർ ഹിയർ. ഓക്കെ, ആൻഡ് വൺ തിങ് മോർ ഇമ്പോർട്ടൻറ്റ് ടു സേ യു ഹാവ് 10 ഓപ്പർച്യൂണിറ്റി ആൻഡ് അതിൽ 9 കറക്റ്റ് വേ ആണ്, അതിൽ ഒരെണ്ണം തെറ്റായിട്ടുള്ള വേ ആണ്. ഡോണ്ട് ഓപ്പൺ ദാറ്റ് റോങ് ഡോർ. ഓക്കെ, ആ ഒരു റോങ് ആയിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്യരുത്. കറക്റ്റ് ആയിട്ടുള്ള 9 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ് പവർ, ഐ മീൻ മാനിഫെസ്റ്റേഷൻ ആൻഡ് സ്പിരിച്വൽ സപ്പോർട്ട് ഡെഫിനറ്റ്ലി വേണം. ഓക്കെ, അപ്പോൾ ഒരു തേർഡ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യുക. അല്ലാത്തൊരു കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ടേക്ക് കെയർ, ബൈ.